ഗൈസ്, ഇന്ന് നമ്മളുള്ളത് ഒമാനിലെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പുതിയൊരു മുത്തായി ഉയർന്നു വന്ന ഹുജ്റത്ത് അൽ ഷെയ്ഖ് ഹെറിറ്റേജ് വാക്ക്വേയിലാണ്. വാദി അൽ മാവിൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പൈതൃക നടപ്പാത പ്രകൃതി സൗന്ദര്യവും ചരിത്ര പാരമ്പര്യവും സന്ദർശകർക്ക് സമ്മാനിക്കുന്നു. ഒമാനിലെ പൈതൃക ഗ്രാമജീവിതം അടുത്തറിയാനും പ്രകൃതിയുടെ നിസ്സംഗത അനുഭവിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥലം ഒരു സ്വർഗ സദൃശ്യമായ അനുഭവമാണ്. ഈ വാക്ക്വേ ഏകദേശം 1.5 കിലോമീറ്റർ നീളമുള്ള ഒരു മനോഹര പാതയാണ്. ഇത് പരമ്പരാഗത ഒമാനി ശൈലിയിലുള്ള കല്ലുകൊണ്ടുള്ള നിർമ്മിതിയാണ്. ഈ നടപ്പാതയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് 3 പ്രധാന പൈതൃക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ്: ഹുജ്റത്ത് അൽ ഷെയ്ഖ് വില്ലേജ്, അൽ സഫ്ര കാസിൽ, ബേത്തൽ ഗാഷ മ്യൂസിയം. ഇതുകൊണ്ട് ഒരു സാധാരണ നടപ്പാത മാത്രമല്ല, ഒരു പൂർണ്ണമായ പൈതൃക യാത്രയാണിത്. ഈ വാക്ക്വേയുടെ ഏറ്റവും ആകർഷകമായ ഘടകം അതിന്റെ പ്രകൃതി സൗന്ദര്യമാണ്. പാത മുഴുവൻ പനമരങ്ങളാൽ നിറഞ്ഞ പച്ചപ്പുമുള്ള കൃഷിസ്ഥലങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്നു. ഇവിടെ കാണുന്ന ഒയാസിസുകൾ ഒമാനിലെ മരുഭൂമി ജീവിതത്തിന്റെ സവിശേഷതകൾ തുറന്നു കാണിക്കുന്നു. കൂടാതെ ഈ പാതയിൽ നടക്കുമ്പോൾ പഴമയുള്ള ജലസേചന സംവിധാനമായ ഫലാജ് ഇറിഗേഷൻ സിസ്റ്റം കാണാം. നൂറ്റാണ്ടുകളായി ഒമാനിൽ ഉപയോഗിക്കുന്ന ഈ സംവിധാനം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സമന്വയത്തിന്റെ മികച്ച ഉദാഹരണമാണ്. പക്ഷികളുടെ ശബ്ദവും കാറ്റിന്റെ ശാന്തമായ ഒഴുക്കും പച്ചപ്പിന്റെ തണുപ്പും ഓൾ ടുഗദർ സന്ദർശകർക്ക് മാനസികമായ സമാധാനവും ആശ്വാസവും നൽകുന്നു. അവിടുത്തെ സന്ദർശനത്തിലൂടെ ആ നാട്ടിലെ, ആ വില്ലേജിലെ നല്ലവരായ നമ്മുടെ നാട്ടുകാരിൽ നിന്ന് നമുക്കും കിട്ടി കേട്ടോ ഒരു ഈദിന്റെ പങ്ക്. ഹുജ്റത്ത് അൽ ഷെയ്ഖ് ഹെറിറ്റേജ് വാക്ക്വേ ഒരു സാധാരണ വിനോദസഞ്ചാര കേന്ദ്രമല്ല, ഇതൊരു അനുഭവമാണ്. പ്രകൃതിയുടെ സൗന്ദര്യം, ചരിത്രത്തിന്റെ ഗൗരവം, ഗ്രാമീണ ജീവിതത്തിന്റെ ലാളിത്യം, ഓൾ ഇൻ വൺ പ്ലേസ്. ഒമാനിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ശാന്തതയും സംസ്കാരവും ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സ്ഥലം തീർച്ചയായും സന്ദർശിക്കേണ്ടതാണ്. ഇവിടെ ഒരിക്കൽ പോയാൽ അതിന്റെ സ്മരണകൾ നീണ്ടു നിൽക്കുമെന്നത് ഉറപ്പാണ്. Hope you enjoyed this video. If you like the video, please like, share and subscribe the channel. Bye bye.